ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കാട്ടാളൻ്റെ 5ാം ദിനമാണ്. ഈ ഒരു തിങ്കളാഴ്ച എങ്ങനെയാണ് സിനിമയുടെ പ്രകടനം? ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ഏകദേശം 20 ലക്ഷം രൂപയോളമാണ് ഇതുവരെയുള്ള കളക്ഷനായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയ്ക്ക് 50ഉം 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വരികയുണ്ടായി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 6 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 15 കോടി കടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വരെ വന്നിരിക്കുന്നത്. ആദ്യ ദിനം 9 കോടിക്ക് മുകളിലായിരുന്നു. ഇതിനിടയിൽ ചില വേട്ടാവളിയന്മാർ ഈ ഒരു സിനിമയെ കരുതിക്കൂട്ടി ഡീഗ്രേഡ് ചെയ്യുന്നു, അതായത് കാട്ടാളനെ തകർക്കാൻ വേണ്ടി. അതിൽ തന്നെ നമുക്കറിയാം ചില എണ്ണം കെട്ട ചാനലുകളുണ്ട്. അത് ഒരു മോഹൻലാൽ സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ആരാധന മൂത്തിട്ട് ബാക്കിയുള്ള സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഏതാ ചാനൽ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാലും കേട്ടാലും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വിജയിക്കാൻ വേറെ ആരെയും ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി മോഹൻലാൽ ഫാൻസുകാരും അതൊന്നും ചെയ്യാറില്ല, കാരണം അതിന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു സിനിമ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ലെവലിലുള്ള ഒരു സിനിമ തന്നെയാണ്. ആൻഡ് പെപ്പയുടെ എങ്ങനെയാണോ സിനിമകൾ ആ രീതിയിൽ തന്നെയുള്ളതാണ്. ഗംഭീര ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. നല്ല രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടാതെ കുറച്ച് വേട്ടാവളിയന്മാരുണ്ട്, ഈ പറഞ്ഞ പോലെ മാർക്കോയുടെ പേരും പറഞ്ഞിട്ട് ഇതിനെ ഡീഗ്രേഡ് ചെയ്യണം. എന്തായാലും ഇവന്മാരൊക്കെ വിചാരിച്ചാലും ഈ ഒരു സിനിമ നല്ല ആണെന്ന് കണ്ടവരെല്ലാവരും പറയുകയും ചെയ്യും. അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കളക്ഷനെ ഇത് ബാധിക്കുന്നുണ്ട്, അത് തീർച്ചയായും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, നല്ല ഒരു ക്വാളിറ്റി സ്റ്റഫായിട്ട് ഒരു മലയാള സിനിമയിൽ നിന്നുള്ള മികച്ച ആക്ഷൻ സീക്വൻസോടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ അതിൽ മുന്നിൽ നിൽക്കുന്നത് പെപ്പെ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരാധകനാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു റേഞ്ചിൽ അദ്ദേഹം നല്ല ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ഷൻ സീക്വൻസും മേക്കിങ്ങുമാണ് എന്നുള്ളതാണ്. ചെറിയ പ്ലോട്ടിലാണ് സിനിമ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുഷ്പ പോലെയുള്ള ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരുപാട് കണ്ടേക്കുന്നത് കൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് തന്നെ തോന്നുള്ളൂ. പക്ഷേ മികച്ച ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. എന്തായാലും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ പറഞ്ഞ പോലെ ചിലർ പറയുന്നത് കേട്ടിട്ട് തീർച്ചയായും തിയേറ്ററിൽ പോകാതിരിക്കരുത്. നിങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും പോയി കാണാനേ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. അല്ലാതെ പൈങ്കിളി സിനിമകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ബാക്കിയുള്ള സിനിമകളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. എന്താണേലും കരുതിക്കുട്ടിയുള്ള ഡീഗ്രേഡിങ് നിർത്തുക. അങ്ങനെ ചെയ്യുന്നവർ ഒരു കാര്യം ആലോചിക്കുക, ഇങ്ങനെയുള്ള വീഡിയോസ് കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടിയെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കിയുള്ള നടന്മാരെയോ ഒക്കെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അങ്ങനെയുള്ള വീഡിയോസ് ഇടാതിരിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഡീഗ്രേഡ് ചെയ്ത് വിടുക, പിന്നെയും നിങ്ങൾ അവരെ വെച്ചിട്ട് കാശുണ്ടാക്കുമ്പോൾ അത് ചെയ്യുന്നത് വെറും ശുദ്ധ വൃത്തികേട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾക്കും കമൻസുകൾക്കുമൊക്കെ ആയിട്ട് ഗ്രേറ്റ് മീഡിയാസ്.